എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ വളരെ പ്രധാനമായി ആൾക്കാർ ഡിസ്കഷൻ ചെയ്യുന്ന ഒന്നാണ് H1B വിസ. അമേരിക്കയിൽ എല്ലാവർക്കും ജോലി ചെയ്യണമെങ്കിൽ H1B വിസ അത്യാവശ്യമാണ്. ഇതിപ്പോൾ വലിയ രീതിയിൽ അവിടെ പണി ചെയ്യുന്ന ടെക്കികൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. കാരണം ഈ H1B വിസ ഏതാണ്ട് കോസ്റ്റിംഗ് $1 കോടി, ബിറ്റ്വീൻ 90 and CR. ഇനി കമ്പനിക്കാർ ബുദ്ധിമുട്ടുന്നത്, അതായത് ഇന്ത്യയിലുള്ള പല കമ്പനികളും, ഈ ഇൻഫോസിസ്, ഇങ്ങനെ പല കമ്പനികളും അവരുടെ ഓഫീസുകൾ അമേരിക്കയിലുമുണ്ട്. ഇന്ത്യൻ ടെക്കികളെയാണ് ഇവർ കൂടുതലും റിക്രൂട്ട് ചെയ്യുന്നത്. ഒത്തിരി ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ പണി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി ഉള്ള ടെക്കികൾക്ക് അവരുടെ വിസ റിന്യൂ ചെയ്യണമെങ്കിൽ $1 കോടി കൊടുത്തെങ്കിൽ മാത്രമേ ഈ H1B വിസ കിട്ടത്തുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ അവിടെ ജോലി ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവിടെയുള്ള ഇന്ത്യൻ കമ്പനികൾ തന്നെ എത്ര പേരായിരിക്കും ഇത്ര ഭീമമായ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ഈ വിസ കൊടുത്ത ആൾക്കാരവിടെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാമെന്ന് വെച്ചാൽ പലപ്പോഴും 99% അത് പ്രായോഗികമായിരിക്കില്ല. അത് വലിയ ബുദ്ധിമുട്ട്. അതുമൂലം ലക്ഷക്കണക്കിന് ടെക്കികളുടെ ജോലികൾ നഷ്ടപ്പെടും. അത് അതിന് എന്ന് തന്നെ ഈ വിസയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്കില്ലാത്തിടത്തോളം കാലം അവരുടെ സ്വപ്നങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കും. അത് ടെക്കികളുടെ കേസ്. ഇനി അടുത്തത് നമ്മുടെ സ്റ്റുഡൻസിനെ കുറിച്ചെടുക്കാം. വളരെ മോഹങ്ങളുമായി ഹ്യൂജ് ലോണുമായി സ്റ്റുഡൻ്റായിട്ട് അമേരിക്കയിൽ എത്തുമ്പോൾ അവരുടെ ഒരു മോഹം ഒന്ന് മാത്രമേ ഉള്ളൂ. അവിടുത്തെ കോഴ്സെല്ലാം കഴിഞ്ഞാൽ അവിടെ തന്നെ ഏതെങ്കിലും കമ്പനിയിൽ അവർക്ക് പണി ചെയ്യാൻ പറ്റും. ദെൻ അവർക്ക് വല്ല ഗ്രീൻ കാർഡോ എന്തെങ്കിലുമൊക്കെ കിട്ടും. ബട്ട് ഇനി അതിനും വലിയൊരു തടസ്സമാണ് ഈ H1B വിസ പ്രോസസ്സിങ്ങിൽ വന്നിരിക്കുന്നത്. കാരണം അവർക്കങ്ങനെ വിസ വേണമെങ്കിൽ വീണ്ടും ടു സ്പെൻഡ് ക്രോഡ്സ്. അപ്പോൾ ആകെ മൊത്തത്തിൽ വളരെ വൈകാതെ തന്നെ ലക്ഷം ആൾക്കാർ ജോബ്ലെസ്സായി ഇന്ത്യയിൽ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. തിരിച്ച് ഇന്ത്യയിൽ നിന്നും ഒരു പുതിയ റിക്രൂട്ട്മെൻറ്റ് സമീപഭാവിയിൽ അവിടെ അമേരിക്കയിൽ ഉണ്ടാകത്തുമില്ല. നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് അമേരിക്കയിലാണ്. അത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യൻസും കൂടെയാണ്. അപ്പോൾ ഇത് ഇന്ത്യക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് നമ്മൾ ഗ്ലബേണ്ട കാരണം വരെ ഇതിൻ്റെ പ്രധാന കാരണം, ഇതിൻ്റെ ഏറ്റവും വലിയ വീഴ്ച പറ്റിയത് ഫോറിൻ മിനിസ്ട്രിക്കാണ്. ഇതൊക്കെ ഒന്ന് ദീർഘവീക്ഷണം ചെയ്യേണ്ട കാര്യമായിരുന്നു. കാരണം അമേരിക്കയിൽ അതേ ബിസിനസ് പീപ്പിൾ, അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്പർ 1 ട്രേഡേഴ്സാണ്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. മൈ ഫ്രണ്ടൊക്കെ അതൊരു സൈഡിൽ ഈ നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ കടക്കാൻ വിസ കൊടുക്കാത്തതായിരുന്നു. അങ്ങനൊരു കാലമുണ്ടായിരുന്നു. നിങ്ങൾ ഓർത്ത് കാണുമെന്നറിയില്ല. അതിനുശേഷമാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ മൈ ഫ്രണ്ട് കമ്പനി അടിച്ച് മൈ ഫ്രണ്ടിനെ ഗുജറാത്തിൽ കൊണ്ടൊക്കെ പര്യടനമൊക്കെ എല്ലാം നടത്തി. അവസാനം ഇപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാം ഘടകവിരുദ്ധമായി മാറി. ഇവിടെ ഇദ്ദേഹം മോദിജി പല രാജ്യത്തും പറന്നതൊക്കെ നല്ലതൊക്കെ ചെയ്തു തന്നെ. പക്ഷേ ഇന്ത്യയുടെ അകത്ത് നടന്ന കുട്ടീശ്വരങ്ങളും കോമാളിത്തരങ്ങളും മോദി വിചാരിച്ചത് പുറത്താരും അതെല്ലാം ആൾക്കാർ അറിയുന്നുണ്ട്. ഈ ചർച്ചകൾ അവിടെ ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക, അവരെ മോശമായി ചിത്രീകരിക്കുക, അവരെ ജയ് ശ്രീറാം വിളിപ്പിക്കുക, ഇതെല്ലാം ചെയ്ത ഇതൊന്നും കാണാത്ത രീതിയിൽ കണ്ണുടച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ മോദിജി.
അദ്ദേഹത്തിന് ഇതിലൊന്നുമല്ല, അദ്ദേഹത്തിന് ഈ ഇൻ്റർനാഷണൽ ടൂർ നടത്തുക, പല കാര്യങ്ങൾ നടത്തുക ഒക്കെയാണ്, ഫോറിൻ പോളിസീസ് ആൻഡ് എവറിത്തിങ് ഇസ് ഓക്കെ. പക്ഷെ ഒത്തിരി അദ്ദേഹം അഹങ്കരിച്ചു പോയി. എവിടെ ആയിരുന്നാലും പല പരിപാടിയും പല കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തെ ഉൾപ്പാട്ട് ഇന്ത്യയിൽ നടക്കുന്ന എന്താണ്, ഇൻസൈഡ് മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത്, ഛത്തീസ്ഗഡിൽ എന്താണ് നടക്കുന്നത്, അങ്ങനെ പലയിടത്തും, ബീഹാറിൽ എന്താണ് നടക്കുന്നത്, മധ്യപ്രദേശിൽ എന്താണ് നടക്കുന്നത്, വലുതായിട്ടൊന്നും അന്വേഷിക്കാറില്ല. അദ്ദേഹം എല്ലാം അതിന് ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്നത് അമിത്ഷാജി. ഇവ രണ്ടുപേരും വലിയ ഗുലാന്മാരാണ്. അവരെപ്പോഴും ഒന്നിച്ച് മൂവ് ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. നല്ലതാണ്, ഇറ്റ്സ് നോട്ട് ബാഡ്. പക്ഷേ നരേന്ദ്രമോദി ഇത്ര മോശമായ ഒരു ഫോറിൻ പോളിസി ചെയ്യേണ്ടിയില്ലായിരുന്നു. മോശമായിപ്പോയി. കാരണം മോദിയെ അഡ്വൈസ് ചെയ്യുന്നവർ, ആ അഡ്വൈസറി ബോർഡിൽ മോദിക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ അനുഭവിക്കുന്നതാണ് പാവം ജനങ്ങൾ തന്നെയാണ്. നാം ഏത് ഗവൺമെൻറ്, ഇത് മോദിയല്ല മറ്റൊരു ഗവൺമെൻറ് വന്നിട്ട് എപ്പോഴും സ്വന്തം ജനതയെ സ്വന്തം രാജ്യത്ത് അക്കോമഡേറ്റ് ചെയ്യണം. തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും എല്ലാ രീതിയിലും അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ആദ്യം ചെയ്യേണ്ടത്. അതില്ലാതെ പാർട്ടിക്ക് വേണ്ടി മാത്രം പാർട്ടി പറയുന്ന എന്ത് കോമാളിത്തരം കോപ്രായങ്ങൾക്കും കൂട്ടി നിൽക്കാൻ ഭരണകൂടം ശ്രമിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഷറൈസൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. ഇതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, യാതൊരു കാര്യമില്ല. പഹൽഗാമിൽ വെടിവെപ്പ് നടത്തി അതിൻ്റെ പേരിൽ ഒരുപാട് കോലാഹലം കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി. എന്തിനാണ് പഹൽഗാമിൽ ഇങ്ങനൊരു കൂട്ടക്കൊലയ്ക്ക് എങ്ങനെ സാഹചര്യം ഉണ്ടാക്കി? അത് വീഴ്ച തന്നെയാണ്, അത് സെക്യൂരിറ്റി വീഴ്ചയാണ്. സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലത്ത് എന്തിനു ടൂറിസ്റ്റിനെ അലോ ചെയ്തു? ഇതൊക്കെ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ പല ഭാഗങ്ങളും പല അപാകതകളെയും ആൾക്കാർ തുറന്നു പറഞ്ഞാലും അതിനവർ ശ്രദ്ധിക്കില്ല. ഇനി ഈ ഓപ്പറേഷൻ സിന്ദൂറും അമേരിക്കൻ H-1B വിസയുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിനിപ്പോൾ അത് ചെയ്തതിനോട് കുഴപ്പമില്ല. പഹൽഗാമിൽ നമ്മൾ സാഹചര്യം ഉണ്ടാക്കി, അവർ വന്ന് ആൾക്കാരെ കൊന്നു, അതിന് പകരം നമ്മൾ അങ്ങോട്ട് പോയി അടിച്ചു. അപ്പോൾ സിന്ദൂർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം, നടക്കട്ടെ. അത് ഡിഫെൻസ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ഈ ഡിഫെൻസിൽ കൂടി നമ്മൾ എല്ലാം നേടിയെന്ന് ധരിക്കുന്നതും തെറ്റാണ്, അത് ഉണ്ടാകാൻ പാടില്ല. സോ പ്രധാനപ്പെട്ട നരേന്ദ്രമോദിയോടും അഡ്വൈസറി ബോർഡുകളോടും പ്രത്യേകിച്ച് ഫോറിൻ പോളിസിയൊക്കെ നടപ്പാക്കുന്നവർക്കൊന്ന് പറയാനുള്ളത്, നാളത്തെ ഇന്ത്യ എങ്ങനെയായിരിക്കും, നാളെ എന്തായിരിക്കും സിറ്റുവേഷൻ, അതിനെ ഒന്ന് ദീർഘവീക്ഷണം ചെയ്തിട്ടായിരിക്കണം ഓരോ ഫോറിൻ പോളിസികൾ ഉണ്ടാകുമെന്ന് കരുതുന്നത്, ഓർക്കുന്നത് നന്നായിരിക്കും. എന്തായിരുന്നാലും നമുക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. ഗവൺമെൻറ് വേണ്ട രീതിയിൽ ദ്രുതഗതിയിൽ എന്തെങ്കിലും ഒരു തീരുമാനങ്ങൾ എടുക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ പാർട്ടിയെ വെട്ടിപ്പിടിച്ച് നമ്മുടെ പാർട്ടി ഉള്ളിൽ ജയിക്കണം, ഭരണം മാത്രം നടത്തണം എന്നുള്ള ആ ഒരു ചിന്താഗതിയല്ല വേണ്ടത്. മറിച്ച് ജനങ്ങളെ നല്ല രീതിയിൽ സേവനം, അവരുടെ ആവശ്യങ്ങളെ സാധീകരിക്കാനും ഉള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഒരു ഭരണാധിപൻ്റെയും അവരുടെ അനുയായികളുടെയും ആവശ്യം. അതുതന്നെയാണ് അവരുടെ ഡ്യൂട്ടിയും. അതിൽ പല പാളിച്ചകളും പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും തൊഴിൽ രഹിതരായവർക്ക് എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അവരെ നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഇതുവരെ വെച്ച് നോക്കുമ്പോൾ എല്ലാം ഈ അമേരിക്കയും മറ്റു പുറം രാജ്യങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഇന്ത്യയിലുണ്ടായിരിക്കുന്നത്. അതിനെ മാറ്റിയെടുക്കുക. അപ്പോഴാണ് മോദി പ്രഭാവം എന്നുള്ളതൊരു അപ്രൂവൽ കേസായിട്ട് മാറുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഇനി പോണവർ ഒന്ന് ചിന്തിച്ചതിന് ശേഷമായിരിക്കണം അമേരിക്കയിലൊക്കെ പഠിക്കാൻ പോകുന്നത്. അവസാനം അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് അവർ നാട്ടിൽ തിരിച്ചു വരുന്ന ഒരു സ്റ്റേജാണ് വരുന്നെങ്കിൽ ഇത്രയും കോടികൾ മുടക്കി അവിടെ പോകേണ്ട കാര്യമുണ്ടെന്ന് റീതിങ്ക് ചെയ്യുക. തിങ്ക് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളെടുക്കുക, ഒഴിവാക്കാൻ പറ്റും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു. ബൈ.